എക്കോണമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് ഇന്ത്യയുടെ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ അത്രയും പ്രാധാന്യം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് ലഭിക്കില്ല എങ്കിലും ഇന്ത്യൻ എക്കോണമി ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഒരു രൂപം നമ്മൾക്ക് ഇന്ത്യയുടെ എക്കോണമിക് ഡേറ്റയിൽ നിന്നും ലഭിക്കും. മാർച്ച് മാസത്തെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ 10 മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ 5.09% അവിടെ നിന്നും ഇൻഫ്ലേഷൻ ഇടിഞ്ഞ് 4.85% എത്തിയിട്ടുണ്ട്. 2023 മെയ് മാസത്തെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4.31%. 2023 മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷനാണ് 2024 മാർച്ച് മാസത്തിൽ രേഖപ്പെടുത്തിയത്. മാർക്കറ്റ് മാർച്ച് മാസത്തിൽ 4.91% ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ പോലും ബീറ്റ് ചെയ്ത രീതിയിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ മാർച്ച് മാസത്തിൽ കുറഞ്ഞു. ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഏപ്രിൽ മാസത്തെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലും തുടർച്ചയായ 7ാമത്തെ പ്രാവശ്യവും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ 6.5% നിലനിർത്താൻ തീരുമാനിച്ചിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അതിൻ്റെ അപ്പർ ലോവർ ലിമിറ്റുകൾക്കിടയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ്റെ അപ്പർ ലിമിറ്റ് 6%, ലോവർ ലിമിറ്റ് 2%. ഇതിനിടയിലാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത്. ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഗോഡ്ഫ്രെ ഫിലിപ്സ് എന്ന കമ്പനി ടൊബാക്കോ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു പഴയ കമ്പനിയാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.11% ഇടിഞ്ഞ് 3060 ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.5, ഡിവിഡൻഡ് ഈൽഡ് 1.4%, 52 വീക്ക് ഹൈ 3686, 52 വീക്ക് ലോ 1620. ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു. ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇൻട്രാഡേയിൽ സ്റ്റോക്കിൽ പ്രകടമായിരുന്നു. അതേസമയം എൻ്റയർ മാർക്കറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ടാകാം ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കും നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 4% റിട്ടേൺ നൽകുകയും ഒരു വർഷം കൊണ്ട് 71% റിട്ടേൺ നൽകുകയും ചെയ്ത ഡീസൻറ്റ് സ്റ്റോക്കാണ് ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ 24/7 എന്ന റീറ്റെയിൽ ബിസിനസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, റീറ്റെയിൽ ഡിവിഷൻ്റെ ലോങ് ടൈം പെർഫോമൻസ്, റീറ്റെയിൽ സെക്ടറിലെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കണ്ടീഷൻ, കമ്പനിയുടെ ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജി എന്നിവ പരിഗണിച്ചാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗോഡ്ഫ്രെ ഫിലിപ്സിൻ്റെ 24/7 എന്ന റീറ്റെയിൽ ബിസിനസ് ഡിവിഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. 24/7 എന്ന റീറ്റെയിൽ ബിസിനസ് ഡിവിഷനിൽ നിന്നും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 396 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഗോഡ്ഫ്രെ ഫിലിപ്സ് എന്ന കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 9% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ 24/7 എന്ന റീറ്റെയിൽ ഡിവിഷനാണ്. അതേസമയം 396 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഈ ബിസിനസ് ഡിവിഷൻ്റെ, അതായത് റീറ്റെയിൽ ബിസിനസ് ഡിവിഷൻ്റെ ലോസ് ഉയർന്നതായതുകൊണ്ട് നെഗറ്റീവ് നെറ്റ് വർത്താണ് ഇത് എൻ്റയർ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ കമ്പനിയുടെ ഒരു ലോസ് മേക്കിംഗ് ബിസിനസ് ഡിവിഷനെ അല്ലെങ്കിൽ ഒരു ലോസ് മേക്കിംഗ് ബിസിനസ് സബ്സിഡറിയുടെ പ്രവർത്തനം കമ്പനി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. 24/7 എന്ന റീറ്റെയിൽ ബിസിനസ് ഡിവിഷനിൽ ഏകദേശം 4 സ്റ്റേറ്റുകളിലായി 145-ലധികം സ്റ്റോറുകളുണ്ട്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറേക്കാളും, അതായത് 2022 ഫിനാൻഷ്യൽ ഇയറേക്കാളും 19% റവന്യൂ ഗ്രോസ് സെയിൽസ് ജനറേറ്റ് ചെയ്യാനും 482 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിച്ചിരുന്നു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഡക്റ്റ് മിക്സിനെ എൻഹാൻസ് ചെയ്ത് മാർജിൻസ് ഇംപ്രൂവ് ചെയ്യാനും അതുവഴി കമ്പനിയുടെ ഗ്രോസ് മാർജിൻ ബൂസ്റ്റ് ചെയ്യാനും സാധിച്ചെങ്കിലും പിന്നീടുള്ള ഫിനാൻഷ്യൽ ഇയറുകളിലും അല്ലെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിലും കമ്പനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ സാധിക്കാൻ പറ്റാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് റീറ്റെയിൽ ബിസിനസ് ഡിവിഷൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3060 ക്ലോസിംഗ് നൽകി. 2850, 2800 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ചാണ്. ഇവിടെ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. 3250, 3500, 3600 തുടങ്ങിയ ലെവലുകളാണ് ഗോഡ്ഫ്രെ ഫിലിപ്സിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡിനെ കുറിച്ചാണ്.
സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ പല കമ്പനികൾക്കും അനുകൂലമായ റിസർച്ച് റിപ്പോർട്ട് വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളായി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.5% ഉയർന്ന് 3295 ക്ലോസിംഗ് നൽകി. 16,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.87, ഡിവിഡൻഡ് yield 0.26%, 52 വീക്ക് ഹൈ 4,950, 52 വീക്ക് ലോ 2,899. നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നമ്മളിപ്പോൾ പരിഗണിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്, അതേസമയം റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 10% നെഗറ്റീവും കഴിഞ്ഞ 1 വർഷം കൊണ്ട് 27% നെഗറ്റീവ് റിട്ടേണുമാണ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് നൽകിയത്. ബ്രോഡർ മാർക്കറ്റ് കഴിഞ്ഞ 1 വർഷം 51% പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 28% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ നമുക്ക് 11% റിട്ടേൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ലോങ് ടൈമിൽ ഗ്രോത്ത് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള കെമിക്കൽ സെക്ടറിലെ ഒരു ഡീസൻറ്റ് കമ്പനിയാണ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. കമ്പനിയുടെ ലോങ് ടൈം പെർഫോമൻസ് പരിശോധിച്ചാൽ ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ഒരു പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഇൻക്രെഡ് ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും അല്ലെങ്കിൽ ആഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇൻക്രെഡ് ഇക്വിറ്റീസ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണലിന് 4,080 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. മുമ്പ് ഇൻക്രെഡ് ഇക്വിറ്റീസ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡിന് 4,655 രൂപയുടെ ടാർഗറ്റായിരുന്നു നൽകിയത്. ഇവിടെ നിന്നും ടാർഗറ്റ് 4,080 റെഡ്യൂസ് ചെയ്തെങ്കിലും ഹോൾഡിന് പകരം ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വരും സമയങ്ങളിലെ ഒരു പ്രധാന ഗ്രോത്ത് ഡ്രൈവറായി പ്രവർത്തിക്കും എന്നാണ് ഇൻക്രെഡ് ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള പല പൊട്ടൻഷ്യൽ മോളിക്യൂളുകളും നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. ഡ്രഗ് ഇൻ്റർമീഡിയറ്റ്സിന് ആവശ്യമായിട്ടുള്ള പല ക്രൂഷ്യൽ കോമ്പൗണ്ടുകളും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഗ്രോ കെമിക്കൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള പല പ്രോഡക്റ്റുകളും അതായത് പല മോളിക്യൂൾസും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. ക്യാൻസർ റിലേറ്റഡ് ആക്ടിവിറ്റിക്കും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസുകളുടെ ട്രീറ്റ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള മോളിക്യൂളുകളും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടറുകളൊക്കെ വരും സമയങ്ങളിൽ കമ്പനിയുടെ ഗ്രോത്ത് ട്രെൻഡിനെ ഇൻടാക്റ്റായി നിലനിർത്താൻ തീരുമാനിക്കും. 2024 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം സ്റ്റോക്ക് 15% കറക്റ്റായിട്ടുണ്ട്. കൂടാതെ നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ CEO കമ്പനി എക്സിറ്റ് ചെയ്ത് പോയപ്പോൾ സ്റ്റോക്കിൽ വളരെ വലിയൊരു കറക്ഷൻ വരികയും ചെയ്തു. ഈ കറക്ഷൻ ഫേസ് അവസാനിച്ചു എന്നാണ് ഇൻക്രെഡ് ഇക്വിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. 3000 നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡിനെ സംബന്ധിക്കുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഒരു സമയത്ത് 5,000 രൂപയിൽ നിന്നും സ്റ്റോക്ക് 3,000 വരെ ഇടിഞ്ഞിരുന്നു. അവിടെ നിന്നും 3,000-ൽ നിന്നും സ്റ്റോക്ക് ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. 3,295 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ 3,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 3,500, 3,800, ഇവൻ 4,000 പോലുള്ള ടാർഗറ്റുകൾ ഒരു വർഷത്തിനുള്ളിൽ നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്